തിരക്കഥ കേട്ടപ്പോൾ തന്നെ വിശേഷം ചെയ്യാനാഗ്രഹിച്ചു. നായകനെ വെളിപ്പെടുത്തിയത് സർപ്രൈസ് ആയിരുന്നു. സിനിമയിലെ പതിവ് രീതികളെ മാറ്റിമറിച്ചാണ് ചിന്നു ചാന്ദിനി പ്രേക്ഷകർക്കു മുന്നിലെത്തിയത്. നായികയായും സ്വഭാവനടിയായും പ്രേക്ഷകരേറ്റെടുത്ത താരം. സിനിമയ്ക്കപ്പുറം ഒന്നും ചിന്നുവിന്റെ ചിന്തകളിലേയില്ല. സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പുതിയ ചിത്രമായ വിശേഷം തിയേറ്ററുകളിലെത്തിക്കഴിഞ്ഞു. പൊടിമീശ മുളയ്ക്കണ കാലം ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ ഗാനങ്ങൾ ഒരുക്കിയ ആനന്ദ് മധുസൂദനൻ ആദ്യമായി നായകവേഷത്തിലെത്തുന്ന സിനിമയാണിത്. സംവിധായകൻ സൂരജ് ടോം നേതൃത്വം നൽകുന്ന സ്റ്റെപ്പ് 2 ഫിലിംസിന്റെ ആദ്യ ചിത്രം കൂടിയാണ് വിശേഷം. തന്റെ പ്രിയപ്പെട്ട ചിത്രത്തെക്കുറിച്ച് ചിന്നു സംസാരിക്കുന്നു. ഫാമിലി കോമഡി ഡ്രാമയാണ് വിശേഷം. ഷിജുവിന്റെയും സജിതയുടെയും പുനർവിവാഹത്തിന്റെ കഥ പറയുന്ന സിനിമ. വിവാഹശേഷം വിശേഷമായില്ലേ എന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിരന്തരമായ ചോദ്യത്തെ നേരിടുന്ന ദമ്പതിമാർ. ഗർഭധാരണത്തിന് അവർ തയ്യാറാണോ എന്നുപോലും തിരക്കാതെ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന സാമൂഹിക സമ്മർദ്ദത്തെപ്പറ്റിയാണ് സിനിമ സംസാരിക്കുന്നത്. കൂണുപോലെ മുളയ്ക്കുന്ന IVF ക്ലിനിക്കുകളിലേക്കുള്ള ആളുകളുടെ ഓട്ടവും പാർശ്വഫലങ്ങളറിയാതെ തേടുന്ന ചികിത്സകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഗൗരവമായ ഒരു വിഷയം നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്നതുകൊണ്ടുതന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുമെന്നുറപ്പാണ്. സംവിധായകനായ സൂരജേട്ടനിൽ നിന്നാണ് ആദ്യമായി കഥയേട്ടത്. പിന്നീട് അദ്ദേഹവും ആനന്ദേട്ടനും ചേർന്ന് സൂം കോളിലൂടെ തിരക്കഥ കേൾപ്പിച്ചു. അതിനു മുൻപ് എനിക്ക് വ്യക്തിപരമായി ഇവരെ അറിയാമായിരുന്നില്ല. സൂരജേട്ടന്റെ പാവ, മെഴുകുതിരി, അത്താഴങ്ങൾ തുടങ്ങിയ സിനിമകൾ കണ്ടിട്ടുണ്ട്. ആനന്ദ് മധുസൂദനൻ എന്ന സംഗീത സംവിധായകനെയും അറിയാമായിരുന്നു. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഗാനരചനയും സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചത് ആനന്ദേട്ടനാണ്. അദ്ദേഹം തിരക്കഥ വായിച്ചു തന്നപ്പോൾ തന്നെ സിനിമയുടെ ഭാഗമാവണമെന്ന് ആഗ്രഹിച്ചതാണ്. 5-6 മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു. ഒരു സർപ്രൈസ് ആയിട്ടാണ് നായകനെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയത്. ആനന്ദേട്ടൻ മികച്ചൊരു അഭിനേതാവാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുണ്ടായ കഥാപാത്രമാണല്ലോ ഷിജു. അദ്ദേഹം ശരിക്കും കഥാപാത്രമായി മാറുകയായിരുന്നു. അനുരാഗകരിക്കിൻ വെള്ളം, തമാശ എന്നീ ചിത്രങ്ങളുടെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന പരസ്യത്തിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റേതുപോലെ പ്ലസ് സൈസ് ശരീരപ്രകൃതമുള്ളവരെയാണ് വേണ്ടെന്ന്. എന്നാൽ ബാക്കിയുള്ള ഒരു സിനിമയിലും എന്റെ ശരീരപ്രകൃതം നോക്കി കാസ്റ്റ് ചെയ്തല്ല. ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്ന വ്യത്യാസം മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റമാണ്. സംവിധായകർ നല്ല കഥാപാത്രങ്ങൾക്കായി എന്നെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. താനാര എന്ന ഹാസ്യചിത്രമാണ് റിലീസാവാനുള്ളത്. 2-3 ചിത്രങ്ങളുടെ ചർച്ച നടക്കുകയാണ്. ഏത് സിനിമ തുടങ്ങുന്നതിനു മുൻപും അയ്യോ ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നോർത്ത് ആശങ്കപ്പെടാറുണ്ട്. ആദ്യത്തെ ഒരാഴ്ച പേടിയാണ്. ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്ന സംശയം. വിശേഷത്തിലും ഉണ്ടായിരുന്നു ആ പേടി. മുൻപു ചെയ്ത കഥാപാത്രങ്ങളെ വെച്ചു നോക്കുമ്പോൾ 4-5 സിനിമകളിൽ ചെയ്ത പലത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ ഈ സിനിമയിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ വിശേഷം എനിക്ക് വളരെ പ്രത്യേകതയുള്ള സിനിമയാണ്. സജിത എന്ന കഥാപാത്രത്തെ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ എത്ര മോശം കാര്യങ്ങൾ സംഭവിച്ചാലും അതിജീവിക്കാൻ പറ്റും എന്ന സന്ദേശം സിനിമയിലുണ്ട്. നായികയ്ക്കും നായകനുമിടയിൽ ഉണ്ടാവുന്ന സ്നേഹവും കരുതലും തിരിച്ചറിയലുമൊക്കെ ആളുകൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയും. സമൂഹം ഇതുവരെ പറഞ്ഞുവെച്ച രീതികളോട് പൊരുത്തപ്പെട്ടു പോകുന്ന ചിലരുണ്ടാവാം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അക്കൂട്ടത്തിൽ ചെറിയ പ്രായത്തിലെ വിവാഹ സ്വപ്നങ്ങളുമായി നടന്ന് കൃത്യമായി ആസൂത്രണം നടത്തി ജീവിക്കുന്നവരുണ്ട്. വേറെ ചിലർക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നതേയുള്ളൂ. അതിനു പറ്റുന്ന ആളെ ഇനി കണ്ടുപിടിക്കാം എന്ന ചിന്തയിലാണ്. ചിലർ 35 വയസ്സ് കഴിഞ്ഞ് അവരുടെ പാഷൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വഴിമാറുന്നു. എന്തായാലും ഇന്ന പ്രായത്തിൽ ജോലി, വിവാഹം, കുട്ടികൾ എന്നൊക്കെയുള്ള സമൂഹത്തിന്റെ വ്യവസ്ഥാപിത രീതികളോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ തോന്നുന്നവർ അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ. അനുഗമിക്കാൻ താൽപ്പര്യമില്ലാത്തവരെ അവരുടെ ഇഷ്ടത്തിനു വിടണം. വിവാഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല. ധാരാളം സിനിമകൾ ചെയ്യണം. നല്ല സിനിമകൾ നിർമ്മിക്കണം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം. നല്ല നാടൻ ഭക്ഷണം മുതൽ കോണ്ടിനെന്റൽ വിഭവങ്ങൾ വരെ തീന്മേശയിൽ നിരത്തിയാലും ആ സ്പെഷ്യൽ ആഫ്രിക്കൻ വിഭവമാണ് ചിന്നു ചാന്ദിനിക്ക് ഇഷ്ടം. തമാശ, ഭീമന്റെ വഴി, കാതൽ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചിന്നുവിന്റെ ഹൃദയം കീഴടക്കിയത് ചിപ്സ് മായായി എന്ന ആഫ്രിക്കൻ വിഭവമാണ്. സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചിന്നുവിന്റെ ഹൃദയം കീഴടക്കിയത് ചിപ്സ് മായായി എന്ന ആഫ്രിക്കൻ വിഭവമാണ്. പാചകത്തെക്കുറിച്ചും ഇഷ്ടഭക്ഷണത്തെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ ചിന്നു ചാന്ദിനി പങ്കുവയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ 2 ചോദ്യങ്ങൾ നാം പലപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ ജീവിക്കുന്നുവോ? അതോ ജീവിക്കാൻ ഭക്ഷണം കഴിക്കുന്നുവോ?
ഈ 2 ചോദ്യത്തിനും ഉത്തരം ഒന്നേയുള്ളൂ: ആരോഗ്യത്തോടെയിരിക്കാൻ നല്ല ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. പട്ടിണി കിടന്ന് തടി കുറയ്ക്കാനോ ഹെൽത്തി ഫുഡ് ഒഴിവാക്കാനോ ഞാനൊരുക്കമല്ല. എനിക്ക് കേരളത്തിലെ നാടൻ വിഭവങ്ങൾ ഇഷ്ടമാണെങ്കിലും ആഫ്രിക്കയിലെ ടാൻസാനിയൻ സ്പെഷ്യൽ ഡിഷ് ഒരുപാട് ഇഷ്ടമാണ്. ചിപ്സ് മായായി എന്നാണ് പേര്. മുട്ടയും കിഴങ്ങുമൊക്കെ ചേർത്ത അടിപൊളി വിഭവമാണിത്. അച്ഛൻ ജോലി ചെയ്തിരുന്നത് അവിടെയാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതും ടാൻസാനിയയിലാണ്. അതുകൊണ്ടുതന്നെ ആ നാടിന്റെ ഭംഗിയും പരമ്പരാഗതമായ ഫുഡുമെല്ലാം ഇഷ്ടമാണ്. ഭക്ഷണത്തിന് വിശപ്പിന്റെ കഥ മാത്രമല്ല, ഒത്തിരി സംസ്കാരങ്ങളുടെ കഥ കൂടി പറയാനുണ്ട്. ഓരോ നാടിനും അവരുടേതായ പരമ്പരാഗത ഭക്ഷണങ്ങളുണ്ട്. എല്ലാം രുചിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം സ്വാദറിഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ടാൻസാനിയൻ സ്പെഷ്യൽ ഡിഷ് എന്നെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ കേരളത്തിലായാലും എനിക്ക് ആഗ്രഹം തോന്നുമ്പോഴെല്ലാം ഞാൻ ചിപ്സ് മായായി ഉണ്ടാക്കാറുണ്ട്. എന്താണ് കഴിക്കുന്നത് എന്നതിനപ്പുറം എങ്ങനെയാണ് കഴിക്കുന്നത് എന്നും ചിന്തിക്കണം. സ്വന്തമായി തയ്യാറാക്കി കഴിക്കുമ്പോൾ ഉള്ള സന്തോഷം ഒന്നുവേറെ തന്നെയാണ്. അമ്മ എന്തു തയ്യാറാക്കിയാലും നല്ല സ്വാദാണ്. സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും കൂടി കലരുന്നതുകൊണ്ടാവാം അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ചോറും സാമ്പാറുമാണ്. പിന്നെ കുട്ടിക്കാലത്ത് അമ്മയുടേതായ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അതൊക്കെ ഓർക്കുമ്പോൾ വായിൽ വെള്ളം നിറയും. ചിലർക്ക് ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കാനായിരിക്കും പ്രിയം. എനിക്ക് അങ്ങനെയില്ല. പനിയൊക്കെ വരുമ്പോൾ, ശരീരവും മനസ്സും വല്ലാതെ ആകുമ്പോൾ വീട്ടിലെ ഭക്ഷണം കഴിക്കാനാണ് ഏറെ ഇഷ്ടം. കോവിഡ് കാലത്താണ് മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ പൊടിതട്ടിയെടുക്കാൻ സാധിച്ചത്. അതിലൊന്നാണ് പാചകം. നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷം നിറയ്ക്കാൻ കുക്കിങ്ങിന് സാധിച്ചുവെന്നു ഞാൻ പറയും. കുക്കിംഗ് ഇഷ്ടമാണ്. പണ്ട് മുതലേ അമ്മയും അച്ഛനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ്. അങ്ങനെയൊന്നാണ് കുക്കിംഗ്. വലിയ എക്സ്പേർട്ട് ഒന്നുമല്ലെങ്കിലും തരക്കേടില്ലാതെ പാചകം ചെയ്യും. ഒരിക്കൽ കുറെ റെസിപ്പികളൊക്കെ തിരഞ്ഞ് അവസാനം ഞാൻ മുട്ട റോസ്റ്റ് വെച്ചു. 1.5 മണിക്കൂറോളം എടുത്തു. ആദ്യ പാചകത്തിൽ തന്നെ വീട്ടുകാരുടെ കയ്യടി നേടി. സൂപ്പറായിരുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു. ഭംഗിവാക്ക് അല്ല, ശരിക്കും നന്നായിരുന്നുവെന്നും നല്ല സ്വാദുണ്ടെന്നും അമ്മയുമൊക്കെ പറഞ്ഞു. അതു കേട്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. പിന്നെ സുഹൃത്തുക്കൾ വന്നാലും വളരെ കോൺഫിഡൻസോടെ തയ്യാറാക്കുന്ന വിഭവവും മുട്ട റോസ്റ്റായിരുന്നു. സ്നേഹത്തോടെ പാകം ചെയ്താൽ അത് ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല. എനിക്ക് ഉപ്പ് ചേർക്കുമ്പോഴാണ് പ്രശ്നം. ചിലപ്പോൾ കൂടുകയും കുറയുകയും ചെയ്യും. എന്നാലും ഏതെങ്കിലും രീതിയിൽ പാചകം ചെയ്യുമ്പോൾ പാളിപ്പോയാൽ ആ ഡിഷിനെ ഞാനൊന്നു മാറ്റി പുതിയ രുചിയിൽ തയ്യാറാക്കും. തോറ്റ് പിന്മാറാൻ ഒരുക്കമല്ല. പാചകം ഒരു വലിയ ജോലിയായോ ഭാരമായോ കരുതേണ്ട. ഭക്ഷണകാര്യത്തിൽ പാകം ഒരു പ്രധാന ഘടകമാണ്. വേവ് പാകത്തിനാകണം, ഉപ്പ് പാകത്തിനാകണം, എരിവ് പാകത്തിനു വേണം. ഇഷ്ടത്തോടെ എന്ത് തയ്യാറാക്കിയാലും അതിന് രുചിയേറും. നമ്മുടെ കൈപുണ്യം മറ്റുള്ളവർ ആസ്വദിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിൽ സന്തോഷം നിറയുന്നത്.